Praise the Lord. I thank my Almighty God for giving this wonderful opportunity to stand in the midst of you all. മലയാളത്തിൽ പറയാൻ എനിക്ക് അത്രയും പരിചയമില്ലെങ്കിലും ശ്രമിക്കാം. ബൈജുഷാനോർത്ത് സ്തുതിക്കുന്നു, ദൈവത്തിന് തന്ന നല്ല അവസരത്തിനോർത്ത് നന്ദി പറയുന്നു. ഏകദേശം ഓരോ മാസം കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും ഖത്തറിലോട്ട് തിരിച്ചു വരാൻ ദൈവം കൃപ ചെയ്തു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു, അതിനോർത്ത് നന്ദി പറയുന്നു. രാവിലെ ബൈജുഷാൻ എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടു, ഇച്ചിരി ഇങ്ങനെ ചെറിയായിട്ടുള്ള മെസ്സേജെല്ലാം കൊടുക്കാമോ? അപ്പോൾ I said yes, I didn't deny. It's an opportunity that God is giving us every day to proclaim His righteous name. രാവിലെ ഞാൻ ഒരു വചനം വായിച്ചായിരുന്നു. അത് എന്നോട് ദൈവം സംസാരിച്ച പോലെ എനിക്ക് അത് ഏറ്റെടുത്ത് വളരെ എനിക്കത് എഫക്റ്റീവായി, വളരെ എനിക്കത് ഒരു ബലം നൽകി. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം ചാപ്റ്റർ 9 words 62. Luke chapter 9 verse 62. Yes, but Jesus told him, anyone who puts a hand to the plow and then looks back is not fit for the kingdom of God. നമ്മൾ ഈ വചനം ഈ വേഴ്സ് വായിച്ചപ്പോൾ ലൂക്ക് ചാപ്റ്റർ 9 നമ്മൾ 51 തൊട്ട് വായിച്ചാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. At the time, 51, verse 51, as the time drew near for him to ascend to heaven, Jesus resolutely set out for Jerusalem. He sent messengers ahead to a Samaritan village to prepare for his arrival. യേശു കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര ജെറുസലേമിലോട്ട് പോകുന്ന ഒരു വഴിയായിരുന്നു. അപ്പോൾ സമാരിറ്റൻ വില്ലേജിൽ അവർ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടും ജസ്റ്റ് വന്ന് ഈ സുവിശേഷം അറിയിക്കണം, അവരുടെ അങ്ങനത്തെ ഒരു പ്ലാനായിരുന്നു. പക്ഷേ നമുക്കവിടെ കാണാം, നമുക്കിപ്പം സമയമില്ല, ആ വചനം ആ വേഴ്സ് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അവിടുത്തെ സമാരിറ്റൻ വില്ലേജസ് ദേ ഡിഡ്ന്റ് അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്. അവിടെ വെൽക്കം ചെയ്തില്ല. അവിടെ വെൽക്കം ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ജെയിംസും ജോൺ വേർഡ്സ് 54 കാണാൻ പറ്റും. ദേ വെർ ലൈക്ക് ദേ ടുക്ക് ദിസ് ആസ് എ ഇൻസൾട്ട്, ഒരു ഗ്രീവിയസ് ഇൻസൾട്ടായിട്ട് അവർ ഇത് അവരിനെ ഫീൽ ചെയ്തു. ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് വെർ റെഫ്യൂസ്ഡ്, ദേ വർ റിജക്റ്റഡ്. പക്ഷേ ജെയിംസ് ആൻഡ് ജോൺ ഇത് കണ്ടപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റില്ല. ദേ സെഡ് ടു ജീസസ്, ലോർഡ്, ഷുഡ് വി കോൾ ഡൗൺ ദ ഫയർ ഫ്രം ഹെവൻ ടു ബേൺ ദം അപ്പ്. മനുഷ്യരിൽ നോക്കുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ വിശ്വാസി ആൾക്കാരും നമ്മൾ ദൈവത്തിന് കൂടി നടക്കും നമ്മൾ പറയുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഗോസ്പൽ അറിയിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ല ഒരു സിറ്റുവേഷനായി നമുക്ക് ഒരിക്കലും കിട്ടില്ല. ചിലപ്പം ആൾക്കാർ അതിനെ ത്യജിക്കും, അവർ റിജക്റ്റ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് വലിയൊരു ഇൻസൾട്ടായിട്ടായിരിക്കും. പക്ഷേ കർത്താവിടെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് ജീസസ് ക്രൈസ്റ്റ് റെബ്യൂക്ക് ദം ആൻഡ് സോ ദേ വെൻറ്റ് ഓൺ ടു അനദർ വില്ലേജ്. ഞാൻ ഈ എക്സാമ്പിൾ എനിക്കിതാ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈവൻ ദോ ഇഫ് പീപ്പിൾ ഇൻസൾട്ട് us, reject us, we should keep on pressing the gospel. That is what the Jesus Christ has given a perfect example. He rebuked them. This is the first of several stories. Luke 9:52, 11:39 നമുക്ക് കാണാൻ പറ്റും. Jesus Christ is correcting them, idea of what it means that He is Lord and He is teaching each one of us that disciples should not judge those who reject Jesus. ജഡ്ജ് ചെയ്യൽ നമ്മൾ പറയുമ്പോൾ അത് വേറെ രീതിയിൽ എടുക്കൽ, നമ്മൾ അവർ നശിച്ചു പോകണം അങ്ങനത്തെ ഒരു വാക്കില്ല പറയണ്ടേ. പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ അഗെയിൻ വി ഷുഡ് കീപ്പ് ഓൺ പ്രസ്സിങ് ടുവേർഡ്സ് ഇൻ എ വെരി ഗുഡ് വേ, ലവിങ് ദം, കെയറിങ് ഫോർ ദം. ഒരു ആത്മാവ് നമ്മൾ നേടിയാൽ അത് നമുക്ക് വലിയൊരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്, വലിയൊരു റിവാർഡുണ്ട്. നമുക്കതാ മനസ്സിലാകാൻ പറ്റുന്നത്. ദ കോസ്റ്റ് ഓഫ് ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്, നമ്മൾ 62 വേഴ്സ് വായിച്ചപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ജീസസ് ക്രൈസ്റ്റ് സെഡ്, anyone who puts a hand to the plow and then looks back is not fit for the kingdom of God. ഈ ജീവിതത്തിൽ നാം പറഞ്ഞ പോലെ ഗോസ്പൽ അറിയിക്കുമ്പോൾ നമുക്ക് വളരെ നമ്മുടെ സിറ്റുവേഷൻ ഫേവറബിൾ നമുക്ക് ഇല്ലായിരിക്കും, പ്രതികൂലം ഒത്തിരി നമുക്ക് ആഞ്ഞടിക്കും. പക്ഷേ ആ പ്രതികൂലത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതാണ് കർത്താവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേഴ്സ് 57 നമ്മൾ വായിക്കുമ്പോൾ, ആസ് ദേ വെർ വാക്കിംഗ് അലോങ് someone said to Jesus, I will follow you wherever you go. ഒത്തിരി ഈസിയാണ് പറയാൻ, I will follow you wherever you go. പക്ഷേ നമുക്ക് കാണാൻ പറ്റും അവിടെ ജീസസ് ക്രൈസ്റ്റ് റിപ്ലൈഡ്, foxes have dens to live in
and birds have nest, but the Son of Man has no place even to lay his head. അവരുടെ ഡിസയർ, അവരുടെ ഉള്ളിലുള്ള ഡിസയേഴ്സ്, അവർക്ക് ആഗ്രഹമുണ്ട് ജീസസ് ക്രൈസ്റ്റോട് നടക്കണം, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെല്ലാം പറയുന്നുണ്ട്. പക്ഷേ കാര്യം വന്നപ്പോൾ when the situation they want to face the truth, the reality, അന്നേരം നമുക്ക് കാണാം അവരുടെ എന്തോ റീസൺ പറയുന്നത്. വേഴ്സ് 59 നമുക്ക് കാണാൻ പറ്റും. He said to another person, come follow me. Man agreed, but he said, Lord, first let me return home and bury my father. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രയോറിറ്റി. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കുന്നത്? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനാണ് കൊടുക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് ഐ ലവ് യു ലോഡ്, യു ആർ എവറിത്തിങ് ടു മീ ലോഡ്. പക്ഷേ ഈ ഏർത്ത്ലി ജേർണിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ പ്രയോറിറ്റി കർത്താവിനാണോ കൊടുക്കുന്നത്? നമ്മൾ അത് വില ഇരുത്തുന്നത് ആവശ്യമാണ്. കാരണം ജീവിതത്തിലെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പലവട്ടം കർത്താവിനെ സെക്കൻഡറി ആയി, നമ്മളുടെ ജോലിയാകട്ടെ, നമ്മളുടെ ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷൻ ലൈഫാകട്ടെ, നമ്മളുടെ ഹെൽത്ത് ആകട്ടെ, നമ്മൾ അതിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്? അതാണ് ഈ വചനം നമുക്ക് ഓർപ്പിക്കുന്നത്, അല്ലെങ്കിൽ വാർണിംഗ് ആയിട്ട് നമുക്ക് ഓർപ്പിക്കുന്നത്. അതാണ് എനിക്ക് ഇന്ന് രാവിലെ ഇത് വായിച്ചപ്പോൾ എന്നോട് തന്നെ കർത്താവ് സംസാരിച്ചു. അതാണ് മനസ്സിലാക്കുന്നത്. സ്റ്റിൽ വി ആർ അലൈവ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് എവറിത്തിങ് ഇസ് ഡൺ, ഐ എം എ ഫെയിലിയർ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. വചനം പറയുന്നു, വചനം നമുക്ക് ഇത് ആഹ്വാനം ചെയ്യുമ്പോൾ അത് നമ്മൾ ഏറ്റെടുത്ത് ജീവിതത്തിൽ നമുക്ക് എവിടെയൊക്കെ ക്രമീകരിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഈ വചനം വെരി എഫക്റ്റീവ്ലി സ്ട്രേറ്റ് ഫോർവേഡ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, താഴെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ജീസസ് ടോൾഡ് ഹിം, ലെറ്റ് ദ സ്പിരിച്വലി ഡെഡ് ബറി ദെയർ ഓൺ ഡെഡ്, യുവർ ഡ്യൂട്ടി ഈസ് ടു ഗോ ആൻഡ് പ്രീച്ച് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. മറ്റൊരു പേഴ്സൺ പറയുന്നു, ലോർഡ് ഐ വിൽ ഫോളോ യു, ബട്ട് ഫസ്റ്റ് ലെറ്റ് മീ സേ ഗുഡ് ബൈ ടു മൈ ഫാമിലി. സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി, കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടി, അതിനുവേണ്ടി നമ്മൾ ഇറങ്ങി, കർത്താവിന് വേണ്ടിയായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഫാമിലി ഇതൊക്കെ സെക്കൻഡറിയാണ് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ആൾക്കാർക്കത് ഏറ്റെടുക്കാൻ പറ്റില്ല. ഐ ആം നോട്ട് ടെല്ലിങ് ദാറ്റ് വി ഷുഡ് not love our family or we should not love others. Definitely we should love them as God is telling, love your neighbors as you love me. പക്ഷേ അത് നമ്മൾ ദൈവത്തിന് ഫസ്റ്റാണോ, പ്രൈമറി ആണോ, ദൈവം സെക്കൻഡറി ആണോ, അത് നമ്മൾ യഥാർത്ഥമായി എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. അതാണ് നമുക്ക് കർത്താവ് 62 പറയുന്നത്, anyone who puts a hand to the plow and then looks back is not fit for the kingdom of God. നമ്മൾ ക്രിസ്തീയ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ എന്തിനാണ് സീക്ക് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സീക്കിംഗ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? ഈസ് ഇറ്റ് ടു ഗെയിൻ സംതിങ് ഇൻ ദിസ് വേൾഡ്? ഈ ലോകത്തിൽ നമ്മൾ ഏതാണ്ടൊക്കെ പ്രാപിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് പോകണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് ഭജിച്ചാൻ വചനം കേൾക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ഓൺലി ഹാവ് ഫ്യൂ ഡേയ്സ് ലെഫ്റ്റ് as he will be also traveling to vacation. John chapter 6 നമുക്ക് ഒന്ന് വായിക്കാം. John chapter 6 verse 26. Jesus replied, I tell you the truth, you want to be with me because I fed you, not because you understood the miracle signs. But don't be so concerned about perishable things like food. Spend your energy seeking the eternal life that the Son of Man can give you. For God the Father has given me the seal of his approval. നമുക്ക് ഈ ചാപ്റ്ററുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ജീസസ് ക്രൈസ്റ്റ് ഫീഡ്സ് 5,000 പീപ്പിൾ. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഒരു ആൻസറാണ് കൊടുത്തത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആൾക്കാർ ജീസസ് ക്രൈസ്റ്റിന് വീണ്ടും തിരക്കി വന്നു. അവർ വന്നത് എന്തിനാ? ജീസസ് ക്രൈസ്റ്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഐ ടെൽ യു ദ ട്രൂത്ത്, യു വാണ്ട് ടു ബി വിത്ത് മീ ബിക്കോസ് ഐ ഫെഡ് യു, നോട്ട് ബിക്കോസ് യു അണ്ടർസ്റ്റുഡ് ദ മിറാക്കിൾ സയൻസ്. അപ്പോൾ ജീവിതത്തിൽ മിറാക്കിൾ സംഭവിച്ചു, അവർക്ക് അപ്പം കിട്ടി. പക്ഷേ അവർ വന്നത്, കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നത് അപ്പത്തിന് വേണ്ടിയാണ്. ഇന്ന് ഇങ്ങനത്തെ ഒരു റിപ്ലൈ ഒരു യഥാർത്ഥമായി സെർവൻറ്റ് ഓഫ് ലോർഡ് കൊടുത്താൽ എത്ര ആൾക്കാർ അത് സ്വീകരിക്കും? ഞാനത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, നോബഡി വിൽ അക്സെപ്റ്റ്. ഹൂസ് ഗോൺ അക്സെപ്റ്റ്? നോബഡി വിൽ അക്സെപ്റ്റ്. ദേ വിൽ സേ ഇത് കട്ടിയുള്ള വാക്കാണ്, ഇത് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? അത് നമുക്ക് കാണാം. നമ്മൾ ആ ചാപ്റ്റർ താഴെ ജോൺ ചാപ്റ്റർ 6 വേർഡ് 60. Many of his disciples said, this is very hard to understand, how can anyone accept it? അപ്പോൾ താഴെ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ അറിയാം. ഒത്തിരി ആൾക്കാർ
ഒത്തിരി ഡിസൈപ്പിൾസ് ജീസസ് ക്രൈസ്റ്റിനെ വിട്ട് പോയി. So this is the fact. When it comes for the truth, many people will desert and many people will have many examples, many things to set in front of our Lord or in front of us when we proclaim the gospel. But this is the truth. Kingdom of God, only few of them would inherit. But whoever does the will of God, whoever stands strong till the end, whoever stands strong for the truth, they will be rewarded. നമുക്ക് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രൈമറി ആയിട്ട് എല്ലാം വിധത്തിൽ നമ്മൾ എപ്പോഴും സീക്ക് ചെയ്യുവാൻ വേണ്ടി, അത് യഥാർത്ഥമായിട്ട് ഈ ലോകത്തിൽ നേട്ടത്തിന് വേണ്ടിയില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ ഇങ്ങനെ എടുക്കാം. ഈ ജെൻറ്റൈൽസ്, നോൺ ബിലീവേഴ്സിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമില്ലേ? അവർക്ക് അനുഗ്രഹമുണ്ട്. നമ്മുടെ ബിലീവേഴ്സിനെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അനുഗ്രഹം ഈസ് നോട്ട് ദ ഒൺലി പ്രൂഫ് ദാറ്റ് ഗോഡ് ഈസ് വിത്ത് അസ്. അങ്ങനെയാണെങ്കിൽ നോൺ ബിലീവേഴ്സിന് ധീരുഭായ് അംബാനിയുടെ വീട്ടിൽ കർത്താവ് യേശു ക്രിസ്തു എപ്പോഴും അവിടെ കുറ്റിയടിച്ചിരിക്കുകയാണോ? ഇല്ല. ജീസസ് ക്രൈസ്റ്റ് നമുക്ക് വേണ്ടിയും കരുതുന്നുണ്ട്, അവരിന് വേണ്ടി കരുതുന്നുണ്ട്. നോൺ ബിലീവേഴ്സിനെയും ആ തക്ക സമയത്ത് മഴ മഞ്ഞ് എല്ലാം കൊടുക്കും. പക്ഷേ അവർക്ക് ഇല്ലാത്ത പ്രത്യാശ നമുക്ക് പ്രത്യാശ തന്നിട്ടുണ്ട്. അതാണ് നിത്യത. അതിനുവേണ്ടി നമ്മൾ അന്ത്യം വരെ നിൽക്കണം. വരുന്ന കാലം വളരെ ഇറ്റ് വിൽ ബി പെരിലസ് ടൈം. എതിർപ്പ് നമുക്ക് ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന എതിർപ്പ് പുറത്തുനിന്ന് ആൾക്കാരെന്ന് വരുന്നു. പക്ഷേ എതിർപ്പ് എപ്പോഴും ചിലപ്പം it will come from our community itself. Maybe it is our church. Maybe it is within our family. But the cost of following Jesus, as we read here, the cost of following Jesus, we have to pay the cost. Not from our pocket, but we have to stand strong, give our heart to Lord Jesus Christ, even our life is in stake. With these words, once again, I thank Bhaji Chand for giving me. Correct me if I'm wrong. I'm not used to this, but this is the privilege and opportunity that God gave me. May His name be only glorified. May His name be exalted. With these words, I once again thank. May God bless each one of us. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 9